ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പം നിൽക്കുന്നത് TDMCയിലല്ല, വേറൊരു മെഡിക്കൽ കോളേജിലാണ്. അത് ഈ ഗാർഡൻ അറ്റ്മോസ്ഫിയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. CMCയിൽ വെച്ചിട്ട് നമ്മുടെ 36th ഇൻ്റർഡെൻ്റൽസ് അടക്കുക. ഇൻ്റർഡെൻ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ ഒരു ഇവൻ്റാണ്. IDയിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇത്തവണ IDയിൽ ഞാനും കുറച്ച് പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. IDക്ക് 1 വീക്ക് മുമ്പ് നമുക്ക് പ്രാക്ടീസ് സെക്ഷൻസ് ആയിരുന്നു. പ്രാക്ടീസ് എന്ന് വെച്ചാൽ നല്ല ഇൻറ്റൻസ് പ്രാക്ടീസ്. വെളുപ്പിനെ 3 മണി 4 മണി വരെയൊക്കെ പ്രാക്ടീസ് പോകും. ഒരുപാട് വയ്യാണ്ടായി, കുറേ പേര് ഗ്രൂപ്പിൽ നിന്ന് തന്നെ പോയി. ഫൈനലി നമ്മൾ കുറച്ച് പേര് സർവൈവ് ചെയ്ത് പ്രാക്ടീസൊക്കെ നന്നായിട്ട് നടത്തി. അങ്ങനെ നമ്മൾ കാലിക്കറ്റിലേക്ക് വണ്ടി കയറി. ഇതൊരു 3 ദിവസത്തെ ഇവൻ്റാണ്. സെക്കൻഡ് ഡേയും തേർഡ് ഡേ ആണ് എൻ്റെ പ്രോഗ്രാംസ് ഉള്ളത്. സോ നമുക്ക് 3 ഡേയ്സും പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. Commitment, happiness. So that was the ambience, that was the camaraderie, that was the spirit of friendship and fellowship that we shared during the Interdentals. ഫസ്റ്റ് ഡേ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആദ്യം ഇനാഗുറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജ് ഇൻട്രോ. ഓരോ കോളേജും മറ്റു കോളേജസിന് മുമ്പിൽ അവരവരുടെ കോളേജിൻ്റെ ബെസ്റ്റ് സാധനങ്ങൾ കാണിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതാണ് കോളേജ് ഇൻട്രോ. ഇപ്പം നിങ്ങൾ കണ്ട ADCൻ്റെ കോളേജ് ഇൻട്രോയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേൻ്റെ ഏറ്റവും ഹൈലൈറ്റ് സാധനം ഫാഷൻ ഷോ നല്ല അടിപൊളിയായിരുന്നു. അതിന് ADCക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. Day 1 നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് Day 2ലേക്ക് വന്നു. Day 2ൽ കുറേ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിലും ഹൈലൈറ്റ് ഓഫ് ദി ഡേ കൊറിയോ ആയിരുന്നു. ആ കൊറിയോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്ക് അന്നത്തെ ഡേയിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, രാവിലെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാംസും കാണാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. പക്ഷേ അന്നത്തെ ഹൈലൈറ്റ്സ് ആനും കൊറിയോൻ്റെ വീഡിയോ എടുക്കാനും പറ്റി. അതിന് നമുക്ക് 3rd പ്രൈസും ഉണ്ടായിരുന്നു. ഇത് കൊറിയോൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. സോ ഫുൾ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യാം. Day 1 and Day 2 ഒക്കെ പെട്ടെന്ന് അവസാനിച്ചത് ഫൈനലി ഖയാലിൻ്റെ Day 3ലേക്ക് എത്തി. Day 3ലും കുറച്ച് ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോ സിംഗ്രോയും മ്യൂസിക് ബാൻഡും അങ്ങനെ കുറച്ച്. Day 3ൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുദാം എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് കഫേ വിസിറ്റ് ചെയ്തു. സോ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നല്ല മെമ്മറീസ് Day 3ൽ ഉണ്ടായി.
ഖയാലിൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ നമ്മൾ കാലിക്കറ്റ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാരണം കോഴിക്കോട് വരെ വന്നതല്ലേ, ഇപ്പോൾ കോഴിക്കോട് കാണാണ്ട് എങ്ങനെ നമ്മൾ തിരിച്ചു പോകണ്ടേ. സോ നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ലാസ്റ്റ് ഡേയിൽ SMലും കാലിക്കറ്റ് ബീച്ചിലും കുട്ടിച്ചിറ ബിരിയാണി അങ്ങനെ കുറച്ച് പ്ലേസസ് ഇറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പം ഖയാൽ എന്ന് പറയുന്ന ആ ഒരു ID കംപ്ലീറ്റ് ആയി. ഇത് SM സ്വീറ്റ്. ഹായ് ദേവിയമ്മ, എവിടെ വന്നിരിക്കുന്നേ? കോഴിക്കോട് ബീച്ച്. ഒച്ചത്തി പറ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റില്ല, ചെറിയൊരു പനി. ചെറിയ പനി. ഇടത്തിന് നീ കറങ്ങാൻ ഇറങ്ങി? കോഴിക്കോട് ഇനി വരൂലല്ലോ, അത് കാരണം ഇറങ്ങിയല്ലോ. പക്ഷെ ഇറച്ചി പണി ഒറ്റ മൈൻഡിൽ വന്നതുള്ളൂ. കോഴിക്കോടാണല്ലോ. സീനിയേഴ്സൊക്കെ എപ്പോഴും പറയും IDക്ക് വരണം, ID ഒരിക്കലും മിസ് ചെയ്യരുത്, അതൊരു ഇവൻ്റ് അല്ല, അതൊരു ഇമോഷനാന്നൊക്കെ പറയും. പക്ഷെ നമുക്കൊന്നും കണക്റ്റ് ആകത്തില്ലായിരുന്നു. സോ ഈ ടൈമിൽ IDക്ക് വന്ന സമയത്ത് മനസ്സിലായി ID ഈസ് നോട്ട് ആൻ ഇവൻറ്റ്, ഇറ്റ്സ് ആൻ ഇമോഷൻ.